ഹായ് കൂട്ടുകാരെ. അപ്പോൾ എക്സലൻ്റ് അക്കാദമിയുടെ പുതിയൊരു സീരീസിലോട്ട് സ്വാഗതം. ഓക്കെ. സോ നമ്മൾ 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റൊക്കെ മാറി. ഓണപ്പരീക്ഷയൊക്കെ കഴിഞ്ഞു. പരീക്ഷയുടെ മാർക്കൊക്കെ കിട്ടി. അപ്പോൾ പല പിള്ളേരും എന്നോട് പറഞ്ഞൊരു കംപ്ലയിൻ്റ് എന്ന് പറയുന്നത്, സാറേ ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ മാറി. നമ്മൾ പഴയ പോലെ ഒന്നല്ല. ഈവൻ മാത്സിൽ വരെ അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുക. ഫുൾ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരുന്നതെന്ന് മനസ്സിലാവുന്നില്ല. എങ്ങനെ ആൻസർ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. സാറേ മാത്സിന് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് എന്നോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ വിചാരിച്ചു ഇങ്ങനൊരു സീരീസ് ചെയ്താൽ അത് മക്കൾക്ക് ഭയങ്കര ഉപകാരമാവുമെന്ന് വിചാരിച്ചു. സോ അതുകൊണ്ട് നമ്മൾ പുതിയ മാത്സിൻ്റെ ഒരു സീരീസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഫസ്റ്റ് ചാപ്റ്റർ മുതൽ നമ്മൾ കംപ്ലീറ്റ്ലി, അതായത് ചാപ്റ്ററിൻ്റെ എല്ലാതും ടെക്സ്റ്റിലെ എല്ലാ പോർഷൻസും കവർ ചെയ്യുന്ന രീതിയിൽ കംപ്ലീറ്റ്ലി എടുക്കാം എന്നാണ് വിചാരിക്കുന്നത്. എന്നെക്കൂടെ പറ്റുന്ന രീതിയിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഓൾറെഡി നമ്മൾ ലേറ്റ് ആണ്, പക്ഷേ മാക്സിമം സ്പീഡിൽ ഞാൻ എടുക്കാൻ ശ്രമിക്കും. ഓക്കെ. സോ അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഒരു ഉപകാരം ആവട്ടെ എന്നുള്ള രീതിയിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നന്നായി പഠിക്കുക. മാത്സ് മനസ്സിലാക്കിയാൽ ഭയങ്കര സിമ്പിളാണ്. നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാം. ഓക്കെ. സോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇതൊരു ഉപകാരം ആയിക്കോട്ടെ, അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ. ഏതായാലും നിങ്ങൾ പെട്ടു. സോ എന്ത് ചെയ്യുക, അവരും കൂടെ പെടട്ടെ. ഓക്കെ. നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലോട്ട് പോവാം. ഓക്കെ. സോ ഫസ്റ്റ് ചാപ്റ്റർ എന്നതിൻ്റെ ഫസ്റ്റ് ഇത് മുതലാണ് നമ്മൾ തുടങ്ങുന്നത്. എൻ്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, ആദ്യം ചാപ്റ്ററിൻ്റെ ഔട്ട് പിക്ചർ കംപ്ലീറ്റ്ലി ഞാൻ നിങ്ങൾക്ക് തരും. ഓക്കെ. സോ കീ നോട്ട്സ് ആയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ഓരോ നോട്ട്സും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നോട്ട് ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫോമുല മാത്രമോ സ്ക്രിബിൾ ചെയ്തിടോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. കീ നോട്ട് ഫോളോ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം പരീക്ഷയ്ക്ക് ലാസ്റ്റ് ടൈമിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറേ കീ നോട്ട്സ് ആണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്, ഇവിടെ എടുത്തേക്കുന്നത്. ഓക്കെ. സോ ഈ കീ നോട്ട്സ് മാത്രം പഠിച്ചു പോയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും, എല്ലാം പെട്ടെന്ന് റിവൈസ് ചെയ്യാൻ പറ്റും. മാത്സ് തലേ ദിവസം ഇരുന്നിട്ട് എല്ലാം കണക്ക് നോക്കാന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. സോ അതുകൊണ്ട് എന്ത് ചെയ്യാം, കീ നോട്ട്സ് ഫോളോ ചെയ്യാം. ഓക്കെ ആണല്ലോ. അപ്പോൾ കൂട്ടുകാരെല്ലാവരും റെഡി അല്ലേ? അപ്പോൾ നമുക്ക് എന്തായാലും ക്ലാസ്സിലോട്ട് പോകാം. ഓക്കെ. ഫസ്റ്റ് ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഓക്കെ. കമ്പാരിറ്റീവ്ലി കുറച്ച് എളുപ്പമുള്ളൊരു ചാപ്റ്റർ ആണ് കേട്ടോ. ഓക്കെ. സോ ഇത് കഴിഞ്ഞ വർഷം ഒറ്റ ചാപ്റ്റർ ആയിരുന്നു. ഇപ്പോൾ അത് 2 ചാപ്റ്റർ ആക്കിയിട്ടുണ്ട് എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ എന്തുള്ളൂ, ഇവിടെ ഉള്ളൂ. ഓക്കെ. സോ ഫസ്റ്റ് കീ നോട്ട് എന്ന് പറയുന്നത്, ഒരു സീക്വൻസും ഒരു അരിത്തമെറ്റിക് സീക്വൻസും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ. സീക്വൻസ് അങ്ങനെ കാര്യമായിട്ട് എക്സാമിന് ചോദിക്കാറില്ല. അരിത്തമെറ്റിക് സീക്വൻസേ ആവശ്യമുള്ളൂ. എങ്കിലും ക്ലാസ് തുടങ്ങുമ്പോൾ അതിൻ്റെ കീ നോട്ടായിട്ട് പറയുന്ന രീതിയിൽ ഞാൻ പറയുന്നതാണ്. സീക്വൻസിൽ നിന്ന് അങ്ങനെ പൊതുവേ എക്സാമിന് പാറ്റേണിൽ ചോദിച്ചിട്ടില്ല. ഓക്കെ. ഇനി ചോദിച്ചുകൂടായികയില്ല കേട്ടോ, പുതിയ സിലബസ് ആയതുകൊണ്ട്. ഓക്കെ. സോ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ സീക്വൻസ് ആൻഡ് അരിത്തമെറ്റിക് സീക്വൻസ്? അതാണ് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കാൻ. ഓക്കെ. സീക്വൻസ് എന്ന് പറയുന്നത്, ഞാനിപ്പോൾ കൂട്ടുകാർക്ക് ഇവിടെ ഒരു 3 നമ്പർ എഴുതി തരാം കേട്ടോ. ഓക്കെ. 3, 9, 27. ഓക്കെ. ഇതിൻ്റെ അടുത്ത 2 നമ്പേഴ്സ് ഏത് വരും എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാവോ? ഓക്കെ. സോ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ. ഓക്കെ. സോ അടുത്ത നമ്പർ ഇതിങ്ങനെ കാണുമ്പോൾ നമുക്ക് ഇതിങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റുമോ? ഒരുവിധം ഒരുവിധം മാത്സ് അറിയുന്ന പിള്ളേർക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിളൊക്കെ നന്നായിട്ട് അറിയുന്നവർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. അതായത് നോക്കിക്കോ മക്കളെ, 3നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോഴാണ് 9 കിട്ടുന്നത്? 3നെ 3 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോഴാണ് 9 കിട്ടുന്നത്. ഓക്കെ ആണല്ലോ. 9നെ വീണ്ടും എന്ത് ചെയ്യണം? 3 കൊണ്ട് ഇൻറ്റു ചെയ്ത് നോക്കി നോക്കിയേ. വീണ്ടും നിങ്ങൾക്ക് എന്ത് കിട്ടും? 27 എന്ന് പറയുന്നത് കിട്ടും അല്ലേ? അപ്പോൾ 27ൻ്റെ അടുത്ത് എന്ത് ചെയ്താൽ മതിയാവും? 3 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. ഓക്കെ. സാർ ഇതാണോ അരിത്തമെറ്റിക് സീക്വൻസ്? ഇതല്ലാട്ടോ മക്കളെ അരിത്തമെറ്റിക് സീക്വൻസ്. ഇത് ജസ്റ്റ് ഒരു സീക്വൻസിനെ കാണിക്കാൻ വേണ്ടിയിട്ട്. സീക്വൻസ് എന്ന് പറയുന്നത് നമ്പേഴ്സ് മാത്രം ആവണമെന്നില്ല. നമുക്ക് പാറ്റേൺസും ഫിഗറും എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഓക്കെ. ഇപ്പോൾ സിമ്പിളായിട്ട് ഞാൻ വേറൊരു പാറ്റേൺ കാണിച്ചു തരാണ്. ഡോട്ടാണ് കേട്ടോ അത്. ഓക്കെ. സോ ഇത് ഒന്നാമത്തത്, ഇത് രണ്ടാമത്തത്, ഇത് മൂന്നാമത്തെ ഫിഗർ. അങ്ങനെയാണെങ്കിൽ നാലാമത്തെ ഫിഗർ എന്തായിരിക്കും? സിമ്പിൾ അല്ലേ? ഓക്കെ. ഓക്കെ. നാലാമത്തെ ഫിഗർ എന്ന് പറയുന്നത് എന്താ? ഓക്കെ. ഈ ഡോട്ട് ആദ്യം ഇങ്ങോട്ട് പോയി, ഇങ്ങോട്ട് പോയി അല്ലേ? പിന്നെ അത് അപ്പുറത്തോട്ട് പോയി. പിന്നെ ഇപ്പോൾ ഇത് എങ്ങോട്ട് വരും? മുകളിലോട്ട് വരും. ഓക്കെ. ഇത് ഡോട്ട് അല്ല കേട്ടോ. ഓക്കെ. ഓക്കെ. സോ ഇതൊരു പാറ്റേൺ ആണ്. ഓക്കെ. ഇതും ഒരു സീക്വൻസ് ആണ്. നമ്പേഴ്സ് മാത്രമല്ല. സോ സീക്വൻസ് എന്ന് പറയുന്നത് ഒരു ഓർഡേർഡ് ലിസ്റ്റ് ഓർ നമ്പേഴ്സ് ആണ്. അതായത് നമ്പേഴ്സിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലിസ്റ്റോ. ഓക്കെ. അതാണ് ഫോളോയിങ് എ സ്പെസിഫിക് റൂൾ ഓർ പാറ്റേൺ. ഓക്കെ. എന്തെങ്കിലും ഒരു റൂളോ പാറ്റേണോ അത് എന്ത് ചെയ്യുന്നുണ്ടാവും? ഫോളോ ചെയ്യുന്നുണ്ടാവും. അതാണ് എന്തെന്ന് പറയുന്നത്? സീക്വൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ആദ്യത്തെ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിനകത്ത് ഇങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഓക്കെ. സോ നമുക്കപ്പം അതെന്താണെന്നുള്ളത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഓക്കെ. നെക്സ്റ്റ് വൺ ഞാൻ വരികയാണ് അരിത്തമെറ്റിക് സീക്വൻസിലോട്ട് വരികയാണ്. ഓക്കെ. സോ ഞാൻ ഇതേപോലെ വേറൊരു സെറ്റ് ഓഫ് നമ്പേഴ്സ് എഴുതാം. ഓക്കെ. 3, 6, 9. ഓക്കെ. അടുത്ത നമ്പേഴ്സ് എന്താ നമുക്ക് കണ്ടുകൊണ്ട് മനസ്സിലാവും ഇല്ലേ? അല്ലെ? 3യുടെ കൂടെ 3 ആഡ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? 6 കിട്ടി അല്ലേ? 6ൻ്റെ കൂടെ 3 ആഡ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? 9 കിട്ടി. അങ്ങനെയാണെങ്കിൽ 9ൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്താൽ മതി?
3 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അടുത്ത നമ്പർ കിട്ടും. ഓക്കെ ആണല്ലോ. സോ അതിനർത്ഥം എന്ന് പറയുന്നത് ഇവിടെ എന്ത് ആഡ് ചെയ്ത് പോവാ? 3 ആഡ് ചെയ്ത് പോവാ. ഓക്കെ. ഇവിടെ എന്താ ചെയ്തത്? 3 മൾട്ടിപ്ലൈ ആയിരുന്നു. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണ്? 3 ആഡ് ചെയ്ത് പോവാ. ഓക്കെ. സോ വേറൊരു നമ്പേഴ്സ് ഞാൻ എഴുതാന്ന് വിചാരിക്കാം അപ്പോൾ. 5, 10, ഓക്കെ 15. ഓക്കെ. അടുത്ത നമ്പർ എന്തായിരിക്കും? ഓക്കെ. നമുക്ക് സിമ്പിളാ അല്ലേ? 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലുള്ളതാ അല്ലേ? 5 എന്ത് ചെയ്തു? 5 കൂട്ടിയപ്പോൾ 10 കിട്ടി. 10ന്റെ കൂടെ വീണ്ടും 5 കൂട്ടിയപ്പോൾ എന്ത് കിട്ടി? നമുക്ക് 15 കിട്ടി അല്ലേ? സോ ഇവിടെ എന്താ ആഡ് ചെയ്ത് പോകുന്നേ? +5 ആഡ് ചെയ്ത് പോവാ. ഓക്കെ. സോ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആഡ് ചെയ്ത് പോയത് ഏതാണ്? 3 എന്ന് പറയുന്ന നമ്പർ ആണെങ്കിൽ ഇവിടെ ആഡ് ചെയ്ത് പോയത് ഏതാണ്? 5 എന്ന് പറയുന്ന നമ്പറാ. ഇവിടെ എല്ലാവർക്കും എന്തുണ്ട്? കോമൺ ആയിട്ട് ഒരു നമ്പർ എന്ത് ചെയ്ത് പോവാ? ആഡ് ചെയ്ത് പോവാ. സോ അങ്ങനെ കോമൺ ആയിട്ട് നമ്പർ ആഡ് ചെയ്ത് പോകുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. സോ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സീക്വൻസ് ആണ്. ഫോർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ എനി ടു കോൺസിക്യൂട്ടീവ് ടേം ഈസ് എ കോൺസ്റ്റന്റ് നമ്പർ അല്ലെങ്കിൽ ഒരു കോമൺ ഡിഫറൻസ് ആയിരിക്കും. ഓക്കെ ആണല്ലോ. സോ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഒരു സീക്വൻസ് തന്നെയാണ്. ആ സീക്വൻസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു നമ്പർ ആഡ് ചെയ്ത് പോവാ. ഇവിടെ എന്ത് വരില്ല? മൾട്ടിപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഡിവിഷനോ അല്ലെങ്കിൽ സബ്സ്ട്രാക്ഷനോ അങ്ങനെയുള്ളതൊന്നും എന്ത് ചെയ്യില്ല? വരില്ല. സബ്സ്ട്രാക്ഷൻ വരാറുണ്ട്. ഓക്കെ. സോ ഇവിടെ എന്ത് വരില്ല? മൾട്ടിപ്ലിക്കേഷൻസ് ഒന്നും വരില്ല. നമ്മൾ എന്ത് ചെയ്യുക? 3 ആഡ് ചെയ്ത് പോവുക. അങ്ങനെയുള്ള സാധനങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ. അതായത് അവർക്ക് തമ്മിൽ എന്തുണ്ടായിരിക്കും? ഒരു കോമൺ ആയിട്ടൊരു ഡിഫറൻസ് ഉണ്ടാവും. ഇതാണ് സീക്വൻസും അരിത്തമെറ്റിക് സീക്വൻസും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ ആണല്ലോ. മക്കൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മനസ്സിലാവാത്തവർ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തിട്ട് കാണുക. ഓക്കെ. സോ അടുത്ത കീനോട്ടിലോട്ട് പോവാം. ഓക്കെ ആണല്ലോ. ഓക്കെ. സോ അടുത്തൊരു ഇതെന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എനി ടു കോൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് എൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. ഇവിടെ കൂടുതലും കൺസെപ്റ്റുകളാണ്, എന്തല്ല ഫോർമുലാസ് അല്ല. കഴിഞ്ഞ വർഷം ഈ ചാപ്റ്റർ ഭയങ്കര സിമ്പിൾ ആയിരുന്നു. എന്തായിരുന്നു? ഫുൾ ഫോർമുലാസ് ആയിരുന്നു. 4 ഫോർമുല അങ്ങ് പഠിച്ചിട്ട് പോവുക. എന്ത് ചെയ്യുക? അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സ് എൻ എന്താ, എസ് എൻ എന്താന്നൊക്കെ പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേണേ മാറിയതുകൊണ്ട് എന്താണ്? കൺസെപ്റ്റ്സ് ആണ് കൂടുതൽ ആവശ്യം. സോ അതുകൊണ്ടാണ് ഞാൻ ഈ കീനോട്ട് കൺസെപ്റ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കേട്ടോ. ഓക്കെ. ബോറടിക്കുന്നുണ്ടെങ്കിൽ 2 എക്സിലിട്ടിട്ട് കേട്ടോളാം. ഓക്കെ. സോ കൺസെപ്റ്റ് ആണ് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ. സോ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇപ്പം ഞാനിവിടെ ഒരു സീക്വൻസ് എഴുതാമെന്ന് വിചാരിക്കാം. 7, 12, 17, 17. ഓക്കെ. ഇങ്ങനൊരു അരിത്തമെറ്റിക് സീക്വൻസ് പോവുകയാണെന്നുണ്ടെച്ചെങ്കിൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ പെട്ടെന്ന് അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റില്ല? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറ്റില്ല. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ സ്കൂളിൽ ഒരു ഫോർമുല ഒക്കെ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും. സി ഡി ഈസ് ഈക്വൽ ടു x2 മൈനസ് x1 എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഫോർമുല പഠിച്ചിട്ടുണ്ടാവും. അതെന്നെ ഫോളോ ചെയ്യണമെന്നില്ല. ആക്ച്വലി അങ്ങനെ ഒരു ഫോർമുല ടെക്സ്റ്റിൽ പറയുന്നില്ല. പക്ഷേ പറയുന്ന സംഭവം ഇതാണ്. അതായത് x2 എന്ന് പറയുന്നത് രണ്ടാമത്തെ ടേമും x1 എന്ന് പറയുന്നത് എന്താണ്? ഒന്നാമത്തെ ടേമും ആണെങ്കിൽ അതായത് 2 അടുത്തടുത്ത ടേമുകളാണെങ്കിൽ ഓക്കെ. ഒന്നാമത്തെ രണ്ടാമത്തെ തന്നെ ആവണമെന്നില്ല. നമുക്ക് വേണമെങ്കിൽ 3ഉം 4ഉം എടുക്കാം. അല്ലെങ്കിൽ 10ഉം 15ഉം എടുക്കാം. സോറി 10ഉം 11ഉം എടുക്കാം. ഓക്കെ. അങ്ങനെ എടുത്ത് പോവാം. ഓക്കെ. അടുത്തടുത്തുള്ള ടേം ആയിരിക്കണം കേട്ടോ. ഇൻ കോട്സ് അടുത്തടുത്തുള്ള ടേം ആയിരിക്കണം. 10ഉം 15ഉം പറ്റത്തില്ല. 10ഉം 11ഉം. ഓക്കെ. സോ അടുത്തടുത്തുള്ള ടേം എടുക്കുന്ന സമയത്ത് ഇപ്പൊ ഇവിടുത്തെ രണ്ടാമത്തെ ടേം എന്ന് പറയുന്നത് 12ഉം ഒന്നാമത്തെ ടേം എന്ന് പറയുന്നത് 7ഉം ആണ്. സോ അത് രണ്ടും കൂടെ എന്ത് ചെയ്യും? കുറയ്ക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? കോമൺ ഡിഫറൻസ് കിട്ടും. 5 എന്ന് പറയുന്നതാണ് ഇവിടുത്തെ കോമൺ ഡിഫറൻസ്. നോക്കി നോക്കിയേ മക്കളെ. 7ന്റെ കൂടെ എത്ര കൂട്ടിയാലാ 12 കിട്ടുന്നത്? 5 കൂട്ടിക്കഴിഞ്ഞാലാ കിട്ടുന്നത് അല്ലേ? 12ന്റെ കൂടെ എത്ര കൂട്ടിയാലാ 15 കിട്ടുന്നത്? 17 കിട്ടുന്നത്. 5 കൂട്ടുമ്പോഴാണ് 17 കിട്ടുന്നത്. ഓക്കെ. സോ ഇതിനർത്ഥം എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? അടുത്തടുത്തുള്ള 2 ടേംസ്. ഇപ്പോൾ സപ്പോസ് ഞാനിപ്പോൾ ഒരു സീക്വൻസ് ഇങ്ങനെ എഴുതി പോവാന്ന് വിചാരിക്കാം. 77, 84 അങ്ങനെ എന്ത് ചെയ്യാണ്? ഒരു സീക്വൻസ് എഴുതി പോവാന്ന് വിചാരിക്കുക. 91 അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ. സോ ഇതില് മൂന്നാമത്തെ ടേമും രണ്ടാമത്തെ ടേമും തമ്മിൽ കുറച്ചാലും നമുക്ക് എന്ത് കിട്ടും? ഈ കോമൺ ഡിഫറൻസ് കിട്ടും. അതായത് മൂന്നാമത്തെ ടേമായ 91ന്ന് നമ്മൾ എന്ത് കുറയ്ക്കുകയാണ്? 91ൽ നിന്ന് 84 കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വീണ്ടും ഇവിടെ 7 എന്ന ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ. അതായത് കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും പിള്ളേരുടെ ഒരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് ഒന്നാമത്തെ ടേമും രണ്ടാമത്തെ ടേമും മാത്രമേ കുറയ്ക്കാൻ പറ്റുള്ളൂ. അങ്ങനെയല്ല സംഭവം എന്ന് പറയുന്നത്. ഏതെങ്കിലും 2 കോൺസിക്യൂട്ടീവ് ഇപ്പോൾ 99ാമത്തെ ടേമും 100ാമത്തെ ടേമും തമ്മിൽ ഉള്ള വ്യത്യാസം എന്ത് തന്നെയാണ്? കോമൺ ഡിഫറൻസ് തന്നെയാണ് അല്ലേ? 100ാമത്തെ ടേമിൽ നിന്ന് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? 99ാമത്തെ അതായത് മുൻപിലത്തെ ടേമിൽ നിന്ന് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? ബാക്കിലത്തെ ടേമും എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്?
കുറയ്ക്കാൻ വേണ്ടിയിട്ട് ട്ടോ. സോ അതൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ കോമൺ ഡിഫറൻസ് മൈനസ് ആയിട്ടുള്ളതും വരും. സോ മൈനസ് ആയിട്ടുള്ള വരുന്നത് ഞാൻ പ്രോബ്ലം ചെയ്യുമ്പോൾ എന്തായാലും കാണിച്ചു തരാം. ഓക്കെ. മൈനസ് ആയിട്ടുള്ളത് വരുമ്പോഴും നമ്മളെപ്പോഴും വിചാരിക്കുക വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ കുറയ്ക്കുക. അങ്ങനെയല്ല. ഇപ്പോൾ സപ്പോസ് ഇങ്ങനെ ഒരു ഇതാ തന്നിരിക്കുന്നത് വിചാരിക്കാം. 63, 60, 57 ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്. നോക്കിയേ 3 കൂട്ടി കൂട്ടിയാണോ പോണേ? അല്ല, -3 ആണ് കൂട്ടുന്നത്. അതായത് 3 കുറഞ്ഞു പോവാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? -3 ആണ് കൂട്ടുന്നത്. ഇവിടെ മക്കൾ നോക്കി നോക്കിയേ. കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു x2 - x1 എന്ന് പറയുന്നത് അതായത് രണ്ടാമത്തെ ടേമിൽ നിന്ന് വേണം എന്ത് ചെയ്യാൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒന്നാമത്തെ ടേം. അതായത് 60ൽ നിന്ന് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് 63. ഓക്കെ. രണ്ടും വ്യത്യസ്ത ചിഹ്നമാണല്ലോ. ഒന്ന് പ്ലസ് ഒന്ന് മൈനസ്. രണ്ട് വ്യത്യസ്ത ചിഹ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാറുള്ളത്? കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം ഇടും. ഓക്കെ. കുറയ്ക്കുമ്പോൾ എത്രയെന്ന് ആൻസർ കിട്ടും? 3 ന്ന് ആൻസർ കിട്ടും. വലുതിന്റെ ചിഹ്നം എന്ന് പറയുമ്പോൾ എത്രയാ? 63ന്റെ ചിഹ്നമായിട്ടുള്ള എന്ത് ഇടും? മൈനസ് ഇടും. സോ -3 ഇങ്ങനെയാണ് കിട്ടുന്നത് കേട്ടോ. ഓക്കെ. സോ അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം കൺസെപ്റ്റ് മനസ്സിലാക്കുക. എന്താ കൺസെപ്റ്റ് എന്ന് പറയുന്നത്? രണ്ടാമത്തെ നമ്പറിൽ നിന്ന് ഒന്നാമത്തെ നമ്പർ കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? കോമൺ ഡിഫറൻസ് കിട്ടും. അതുപോലെ തന്നെ കൺസെപ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത് ഏതെങ്കിലും 2 അടുത്തടുത്തുള്ള നമ്പർ അത് 1, 2 ആവണമെന്നില്ല. ഇപ്പൊ എന്ത് പറയാ 87ാമത്തെ ടേമോ 88ാമത്തെ ടേമോ ആണെങ്കിൽ 88ാമത്തെ ടേമിൽ നിന്ന് 87ാമത്തെ ടേം കുറച്ചാലും എന്ത് കിട്ടും? ടേമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ. കുറച്ചാലും നമുക്ക് എന്ത് കിട്ടും? കോമൺ ഡിഫറൻസ് കിട്ടും. ഓക്കെ ആണല്ലോ. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് സിമ്പിളി 2 കാര്യങ്ങൾ മാത്രം ഓർത്ത് വെക്കുക. ഒന്നെന്ന് പറയുന്നത് അടുത്തടുത്ത 2 ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്തെന്ന് പറയുന്നത്? കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താ? വലുതിൽ നിന്ന് അതായത് രണ്ടാമത്തെ ടേമിൽ നിന്ന് നമ്പർ അല്ല വലുത് നോക്കേണ്ടത്. ഏത് ടേമാണോ വലുതായിട്ട് നിൽക്കുന്നത് ഓക്കെ ആ ടേമിൽ നിന്ന് എന്ത് ചെയ്യണം? ചെറുത് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? കുറയ്ക്കാൻ വേണ്ടിയിട്ട്. നമ്പറിന്റെ വാല്യൂ അല്ല നോക്കേണ്ടത്. ഇപ്പോൾ 88ൽ നിന്ന് 87 വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ ആണല്ലോ. സോ തെറ്റിക്കരുത്. അടുത്ത കീനോട്ടിലോട്ട് പോകാലോ. ഓക്കെ. അടുത്ത കീനോട്ട് പറയുന്നത് ടു ഇൻക്രീസ് ദ നമ്പർ ഓഫ് ടേംസ് കോമൺ ഡിഫറൻസ് ഈസ് ആഡഡ് ടു ഡിക്രീസ് ദ നമ്പർ ഓഫ് ടേംസ് ദ കോമൺ ഡിഫറൻസ് ഈസ് സബ്സ്ട്രാക്ട്. ഓക്കെ. സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കോമൺ ഡിഫറൻസ് ഉള്ള ഒരു നമ്പർ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 18. ഓക്കെ. ഇത് ഒരു ടേമിന്റെ ഇടയിൽ നിൽക്കുന്ന നമ്പറാണ്. ഇവിടെ 2 നമ്പേഴ്സ് ഉണ്ട്. ഇവിടെ 2 നമ്പേഴ്സ് ഉണ്ട്. ഓക്കെ. ഞാൻ പറയുകയാണ് ഇപ്പോൾ ഇതിന്റെ കോമൺ ഡിഫറൻസ് 3 ആണെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ. ഇതിന്റെ കോമൺ ഡിഫറൻസ് 3 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫ്രണ്ടിലോട്ട് കണ്ടുപിടിക്കണം. ഓക്കെ. മൂന്നാമത്തെ ടേമാണ് ഇത്. ഓക്കെ. മൂന്നാമത്തെ ടേം. ഇത് നാലാമത്തെ ടേം. ഓക്കെ. ഇത് അഞ്ചാമത്തെ ടേം. ഓക്കെ. ദിസ് വൺ ഫസ്റ്റ് ടേം. ഇത് സെക്കൻഡ് ടേം. ഓക്കെ ആണല്ലോ. ഓക്കെ. സോ കോമൺ ഡിഫറൻസ് ഇങ്ങനെയാണ്. 18ന്റെ കൂടെ 3 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 21 എന്ന് പറയുന്നത് കിട്ടും. അല്ലേ? അതിന്റെ കൂടെ വീണ്ടും 3 കൂട്ടിയാൽ എന്ത് കിട്ടും നമുക്ക്? 24 എന്ന് പറയുന്ന നമ്പർ കിട്ടും. ഓക്കെ ആണല്ലോ. ഇനി നോക്കി നോക്കിയേ. 18ൽ നിന്ന് 3 എന്ത് ചെയ്യണം? കുറയ്ക്കണം. എന്നാലല്ലേ ഇവിടെയുള്ള ടേം കിട്ടുള്ളൂ. ഇവിടുത്തെ ടേമിന്റെ കൂടെ 3 കൂട്ടിയാലാണ് എന്ത് കിട്ടേണ്ടത്? 18 കിട്ടണ്ടേ അല്ലേ? അപ്പോൾ 18ൽ നിന്ന് എന്ത് കുറയ്ക്കണം? 3 കുറച്ചാലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? രണ്ടാമത്തെ ടേം കിട്ടുന്നത് അല്ലേ? 18ൽ നിന്ന് 3 കുറയ്ക്കണം എന്ന് വിചാരിച്ചിട്ട് കോമൺ ഡിഫറൻസ് ഇവിടെ -3 അല്ല ട്ടോ. 3 കുറയ്ക്കണം എന്നാണ് ഞാനിവിടെ എഴുതി വെച്ചേക്കുന്നത്. ഓക്കെ. സോ എത്ര കിട്ടും? 15 എന്ന് കിട്ടും. ഇനി അതിൽ നിന്ന് ഒന്നാമത്തെ ടേം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? വീണ്ടും എന്ത് ചെയ്യണം? 3 കുറയ്ക്കണം അല്ലേ? സോ മക്കളൊന്ന് നോക്കിക്കേ. 12ന്റെ കൂടെ 3 കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 15 കിട്ടും അല്ലേ? 15ന്റെ കൂടെ 3 കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 18 കിട്ടും. ഓക്കെ. ഇവിടെ -3 എന്ന് എഴുതിയിരിക്കുന്നത് കുറയ്ക്കുക എന്നർത്ഥമാണ്. അല്ലെങ്കിൽ നെഗറ്റീവ് എന്ന് വിചാരിക്കരുത് കേട്ടോ കോമൺ ഡിഫറൻസ്. ഓക്കെ. സോ 18ന്റെ കൂടെ എന്ത് കൂട്ടുക? 3 കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? 21 കിട്ടും. ഓക്കെ. സോ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയാ? 3 ആണ്. സോ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫ്രണ്ടിലോട്ട് പോകുന്തോറും ഞാൻ എന്ത് ചെയ്യുക? 3 കൂട്ടി കൂട്ടി കൂട്ടിയാ പോയത് അല്ലേ? 3 എന്ത് ചെയ്തു? കൂട്ടി. ബാക്കിലോട്ട് പോകുമ്പോൾ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ 3 കൂട്ടി. ബാക്കിലോട്ടാണ് നമ്മൾ പോകുന്നത് വെച്ചെങ്കിൽ എന്ത് ചെയ്യണം? 3 കുറച്ച് വേണം പോവാൻ വേണ്ടിയിട്ട്. അതായത് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യും. ബാക്കിലോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും? കോമൺ ഡിഫറൻസ് നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യാണ് ചെയ്യേണ്ടത്. അതാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ഇൻക്രീസിംഗ് ദ നമ്പർ ഓഫ് ടേംസ്. നമ്പർ ഓഫ് ടേംസ് കൂടി കൂടി പോവാണ്. ഇപ്പോൾ 3ൽ നിന്ന് 4ലോട്ട്, 4ൽ നിന്ന് 5ലോട്ട്. സോ നമ്പർ ഓഫ് ടേംസ് കൂടി 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 പോവാണ് വെച്ചെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യും. നമ്പർ ഓഫ് ടേംസ് കുറഞ്ഞു കുറഞ്ഞാണ് പോകുന്നത് വെച്ചെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കോമൺ ഡിഫറൻസ് സബ്സ്ട്രാക്ട് ചെയ്യും. ഓക്കെ ആണല്ലോ. മക്കൾക്ക് മനസ്സിലായല്ലോ. അതായത് കോമൺ ഡിഫറൻസിനെ കുറിച്ചിട്ട് തന്നെ ഇപ്പം ഞാൻ എന്ത് പറഞ്ഞു? 3 കൺസെപ്റ്റ് പറഞ്ഞു. ഒന്നുകൂടെ ഞാൻ റിക്കലക്ട് ചെയ്യാണ്. ഏതൊക്കെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഒന്നാമത്തത് എന്ത് ചെയ്തു? കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും? ആഡ് ചെയ്ത് പോകും. എന്തിലും? ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ആഡ് ചെയ്യും. ബാക്കിലോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും? സബ്സ്ട്രാക്ട് ചെയ്യും. എന്താ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്? 2 കോൺസിക്യൂട്ടീവ് ടേംസ് അടുത്തടുത്തുള്ള 2 ടേമിന്റെ ഡിഫറൻസ് ആണ് എന്തെന്ന് പറയുന്നത്? കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. അത് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? വലിയ ടേം ഏതാണോ അതിൽ നിന്ന് എന്ത് ചെയ്യണം? ചെറിയ ടേം എന്ത് ചെയ്യണം? കുറയ്ക്കണം. വലുത് സ്ഥാനമുള്ള ടേം. ഓക്കെ. അങ്ങനെ തന്നെ വിചാരിച്ചോളൂ കേട്ടോ. വലിയ സ്ഥാനമുള്ളത് 4ാമത്തെ ടേമിൽ നിന്ന് 3ാമത്തെ ടേം വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ ആണല്ലോ. ഡൗട്ട് ഇല്ലല്ലോ. ഞാൻ അടുത്ത ഇതിലോട്ട് പോട്ടെ.
ഓക്കെ. സോ അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ദ nth term of an arithmetic sequence n minus term of the common difference is added to the first term. ഓക്കെ. സോ ഒന്നാമത്തെ ടേം എന്ന് വിചാരിക്കാം. ഓക്കെ. ഇതിപ്പോൾ ഒന്നാമത്തെ ടേം ആണ്. നമ്പേഴ്സ് ഞാൻ കൊടുക്കുന്നില്ല. ഓക്കെ. ഒന്നാമത്തെ ടേം, രണ്ടാമത്തെ ടേം, മൂന്നാമത്തെ ടേം, നാലാമത്തെ ടേം. ഓക്കെ. സോ ദിസ് വൺ ഇസ് ഫസ്റ്റ് ടേം. ഓക്കെ. ഇത് സെക്കൻഡ് ടേം ആണ്. ഇത് തേർഡ് ടേം ആണ്. ഇത് ഫോർത്ത് ടേം ആണ്. ഓക്കെ. തേർഡ് ആണ്. ഓക്കെ. തേർഡ് ടേം, ഫോർത്ത് ടേം. ഓക്കെ. ഒന്നാമത്തെ ടേമിൽ നിന്ന് എനിക്ക് രണ്ടാമത്തെ ടേം എത്താൻ വേണ്ടിയിട്ട് എന്ത് ആഡ് ചെയ്യണം? ഇപ്പോൾ സപ്പോസ് ഞാൻ പറയുകയാണ് ഇത് കോമൺ ഡിഫറൻസ് നമ്മൾ സ്ഥിരം കോമൺ ഡിഫറൻസ് 3n എന്നാണ് ചോദിച്ചാൽ ഇതിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്തു? 3 ആഡ് ചെയ്തു. ഓക്കെ. ഇതിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്ത് പോകണം? വീണ്ടും 3 ആഡ് ചെയ്യണം. ഇതിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം? 3 ആഡ് ചെയ്യണം. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ കോണിപ്പടിയിലെ സ്റ്റെപ്പ് ആ സ്റ്റെപ്പിൻ്റെ ഒരു കാര്യം വിചാരിക്കുക. ഓക്കെ. ഒന്നാമത്തെ സ്റ്റെപ്പിൽ നിന്ന് രണ്ടാമത്തെ സ്റ്റെപ്പിലോട്ട് എത്താൻ ഞാൻ ഒരു പ്രാവശ്യം കയറി നിൽക്കണം അല്ലേ? രണ്ടാമത്തെ സ്റ്റെപ്പിൽ നിന്ന് മൂന്നാമത്തെ സ്റ്റെപ്പിലോട്ട് എത്താൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? ഒരു പ്രാവശ്യം കയറി നിൽക്കണം. മൂന്നാമത്തെ സ്റ്റെപ്പിൽ നിന്ന് നാലാമത്തെ സ്റ്റെപ്പിലോട്ട് എത്താൻ എന്ത് ചെയ്യണം? ഒരു പ്രാവശ്യം കയറിക്കണം. അതായത് ഒന്നാമത്തെ സ്റ്റെപ്പിൽ നിന്ന് നാലാമത്തെ സ്റ്റെപ്പിൽ എത്താൻ വേണ്ടിയിട്ട് ഞാൻ എത്ര പ്രാവശ്യം കയറി? 3 പ്രാവശ്യം കയറി അല്ലേ? 3 പ്രാവശ്യമാണ് ഞാൻ എന്ത് ചെയ്തത്? കയറേണ്ടി വന്നത്. എന്ന് പറയുന്ന പോലെ നോക്കി ഒന്നാമത്തെ ടേമിൽ നിന്ന് നാലാമത്തെ ടേം എത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? 3 പ്രാവശ്യം എന്ത് ചെയ്യണം? ഞാൻ 3 കൂട്ടി. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? 3 പ്രാവശ്യം ഞാൻ എന്ത് ആഡ് ചെയ്തു? ഡി ആഡ് ചെയ്തു. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്ന് പറയുന്നത് ഒന്നാമത്തെ ടേമിൻ്റെ കൂടെ 3 ഡി ആഡ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? നാലാമത്തെ ടേം കിട്ടും. ഓക്കെ ആണല്ലോ. ഓക്കെ. ഇതിനും ഞാൻ ട്രിക്ക് പറഞ്ഞുതരാം. ഒരു ചെറിയൊരു കള്ളക്കളിയാണ്. ഓക്കെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തത് ഒന്നിൻ്റെ കൂടെ എന്ത് കൂട്ടിയാലാണ് നിങ്ങൾക്ക് 4 കിട്ടുക? നമ്മൾ ഈ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടില്ലേ? 1 പ്ലസ് ഡാഷ് ഈസ് ഈക്വൽ ടു 4 എന്ന് പഠിച്ചിട്ടുണ്ട്. ഓക്കെ. ഡാഷിൻ്റെ അവിടെ എന്താ വരിക? 1 പ്ലസ് 3 ആണ് അല്ലേ? അത് ആ ഡിയും കൂടെ അതിൻ്റെ കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുക. അതായത് ഒന്നിൻ്റെ കൂടെ 3d കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? നാലാമത്തെ ടേം കിട്ടും. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ മക്കളൊന്ന് പറഞ്ഞേ. ഒന്നാമത്തെ ടേമിൻ്റെ കൂടെ എത്ര ഡി കൂട്ടിയാലാണ് എന്ത് കിട്ടുന്നത്? എട്ടാമത്തെ ടേം കിട്ടുന്നത്. സിമ്പിളാണ് നോക്കിയേ. എന്ത് ചെയ്യുക? 8ൽ നിന്ന് എന്ത് കുറയ്ക്കുക? 1 കുറയ്ക്കുക. 8ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 7 കിട്ടും. അപ്പോൾ 7 ഡി ആണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ കൂടെ കൂട്ടേണ്ടത്. ഓക്കെ ആണല്ലോ. ഇതിന് മാത്രമല്ല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേറെ ഒരു സ്ഥലത്തും ബാക്കി ഈ ഈ ഈ പാഠത്തിലെ എല്ലാ സ്ഥലത്തും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യൂസ് ചെയ്യാൻ പറ്റും. സപ്പോസ് ഫസ്റ്റ് ടേം മാത്രമല്ല ഞാൻ പറയാണ് രണ്ടാമത്തെ ടേമിൻ്റെ കൂടെ ഞാൻ എന്ത് ചെയ്തു? ഒരു 3 ഡി കൂട്ടിന്ന് വിചാരിക്കുക. എനിക്ക് എന്ത് കിട്ടും? അഞ്ചാമത്തെ ടേം കിട്ടും. ഇത് നമ്മളെ സാധാരണ കണക്കാ. കണ്ടോ? 2 + 3 എന്ത് കിട്ടി? 5 കിട്ടി. അല്ല അതിൻ്റെ കൂടെ എന്ത് കൊടുത്തു? ഒരു ഡിയും ടി എച്ച് ഒക്കെ ചേർത്തു അല്ലേ? ഓക്കെ. ഈ ടി എച്ചും ഡിയും ഒക്കെ എൻ ഡി ഒക്കെ എഴുതാൻ മറക്കരുത് കേട്ടോ. ഓക്കെ. അല്ലെങ്കിൽ നിങ്ങൾ 2 + 3 = 5 എന്ന് എഴുതി വെക്കും. സോ ടീച്ചർമാർക്ക് മനസ്സിലാവില്ല. നിങ്ങൾ ടേം എഴുതണം. ഓക്കെ. അപ്പോൾ മക്കളൊന്ന് പറഞ്ഞു നോക്കിയേ. എട്ടാമത്തെ ടേമിൻ്റെ കൂടെ എത്ര ഡി കൂട്ടിയാലാണ് 15ാമത്തെ ടേം കിട്ടുന്നത്? എന്ത് ചെയ്യുക? നമ്മൾ 8 കഴിഞ്ഞിട്ട് 9, 10, 11 അങ്ങനെ എണ്ണാതിരിക്കരുത്. 15 - 8 ചെയ്യുക. എത്ര കിട്ടും? 7 കിട്ടും. 7 ഡി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 15ാമത്തെ ടേം കിട്ടും. ആണല്ലോ. ഇങ്ങനെ ഏത് ടേം വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം. അത് മാത്രമല്ല നിങ്ങൾ നോക്കിക്കേ. മൂന്നാമത്തെ ടേമിൻ്റെ കൂടെ ഞാൻ എന്ത് ചെയ്തു? മൂന്നാമത്തെ ടേമിൻ്റെ കൂടെ ഞാനൊരു 7 ഡി കൂട്ടിയെന്ന് വിചാരിക്കുക. എനിക്ക് എന്ത് കിട്ടും? 3 + 7 എത്രയാ? 10 അല്ലേ? സോ സിമ്പിളാണ്. എത്രാമത്തെ ടേം കിട്ടും നമുക്ക്? 10ാമത്തെ ടേം കിട്ടും. ഇങ്ങനെ ഇന്ന ടേം കണ്ടുപിടിക്കാനും നമുക്ക് ഏത് ഉപയോഗിക്കാം? ഈ സാധനം ഉപയോഗിക്കാം. ഈ ഒരു സാധനം മനസ്സിലായി കഴിഞ്ഞാൽ ഈ പാഠത്തിൽ ഒരുവിധം എല്ലാ കണക്കുകളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്ന് തൊട്ട് നോക്കാനെങ്കിലും പറ്റും. ഓക്കെ ആണല്ലോ. സോ ഇവിടെ എന്ന് പറയുന്നത് അതായത് ഒരു ടേം കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണോ ആഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണോ പ്ലസ് ഒക്കെ എഴുതുന്നത് അതേപോലെ അതായത് 3 + 1 എത്രയാണ്? 4 ആണ് അല്ലേ? തേർഡ് ടേമിൻ്റെ കൂടെ ഒരു ഡി കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഫോർത്ത് ടേം കിട്ടും. ഇതേപോലെ നമുക്കിപ്പോൾ പറയാൻ പറ്റും. അഞ്ചാമത്തെ ടേമിൻ്റെ കൂടെ എത്ര ഡി കൂട്ടിയാലാണ് എന്ത് കിട്ടുക? 15ാമത്തെ ടേം കിട്ടും. 15ൽ നിന്ന് 5 കുറച്ചാൽ എന്ത് കിട്ടും? 10 എന്ന് കിട്ടും. സോ ഇവിടെ വരുന്ന നമ്പർ 10 ആയിരിക്കും. അപ്പോൾ അത്രയും ഡി കൊടുക്കണം. അതായത് അഞ്ചാമത്തെ ടേമിൻ്റെ കൂടെ 10 ഡി കൂട്ടിക്കഴിഞ്ഞാൽ 15ാമത്തെ ടേം കിട്ടും. ക്ലിയർ ആണല്ലോ. ഇത് ഒരുപാട് കണക്കിൽ നമുക്ക് ആവശ്യം വരും. മനസ്സിലായിച്ചെങ്കിൽ ഒന്നുകൂടെ റിപ്പീറ്റ് അടിച്ചിട്ട് എന്ത് ചെയ്യുക? കാണുക കേട്ടോ. ഓക്കെ. സോ അടുത്ത കീ നോട്ടിലോട്ട് പോകാം.